നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വീട് പണി ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് അതിന്റെ ഫൗണ്ടേഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 90% ആൾക്കാർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ആ പ്ലോട്ടിന്റെ കിടപ്പനുസരിച്ച് നമ്മൾ വാങ്ങുന്ന അല്ലെങ്കിൽ നമുക്കുള്ള ഒരു സ്ഥലത്തിന്റെ കിടപ്പനുസരിച്ച് അതിന് വരുന്ന ഒരു എക്സ്ട്രാ ചെലവ്, നമുക്ക് വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. രണ്ട് രീതിയിലാണ് പ്ലോട്ടുകൾ നമുക്ക് സാധാരണയായിട്ട് കിട്ടാറുള്ളത്. ഒന്ന് റോഡുമായിട്ട് പൊങ്ങി വരുന്ന പ്ലോട്ടുകൾ, രണ്ടാമത്തെ റോഡുമായിട്ട് താഴ്ന്നു വരുന്ന പ്ലോട്ടുകൾ. അങ്ങനെയുള്ള രണ്ട് പ്ലോട്ടുകളിൽ വീട് വെക്കുമ്പോഴും രണ്ട് തരത്തിലാണ് നമുക്ക് എക്സ്പെൻസ് വരുന്നത്. ആദ്യം നമുക്ക് താഴ്ന്നു വരുന്ന പ്ലോട്ടിലെ കാര്യങ്ങളൊന്ന് നോക്കിയാൽ, ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ റോഡുമായിട്ട് ഏകദേശം ഒരു 1.5 അടി 2 അടിയോളം താഴ്ന്നു കിടക്കുന്ന ഒരു പ്ലോട്ടാണ്. ഇങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ വീട് വെക്കുന്നതെങ്കിൽ നമുക്ക് റോഡിന്റെ ലെവലിലേക്ക് മണ്ണിട്ട് പൊക്കിക്കൊണ്ടുവരേണ്ടതായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കോളം ഫുട്ടിങ് രീതിയിൽ, ഇനി അല്ല കരിങ്കല്ല് കെട്ടിയുള്ളതാണെങ്കിലും നമ്മൾ ആ കല്ലുകെട്ട് ആ ഒരു ഹൈറ്റിലേക്ക് പൊക്കിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ റോഡിൽ നിന്ന് വെള്ളം പ്ലോട്ടിനുള്ളിലേക്ക് ഒഴുകി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് പ്ലോട്ടുമായിട്ട് ഇപ്പോൾ വണ്ടി ഇറങ്ങാനോ ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് വരും. താഴേക്ക് കുഴി പോലെ ഒരു ഫീലിംഗ് വരും. വീട് മൊത്തത്തിലെ കാണാൻ ഒരു അഭംഗിയും കൂടെ ആയിരിക്കും നമുക്ക് റോഡുമായിട്ട് ഒരുപാട് താന്നിരുന്നു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള പ്ലോട്ടിൽ നമ്മൾ ചെയ്യണമെങ്കിൽ കോളം ഫുട്ടിങ് രീതിയിലാണെങ്കിൽ എങ്ങനെ തന്നെയാണെങ്കിലും ആ ലെവലിലേക്ക് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ട് വരണം. അപ്പോൾ മണ്ണ് നമ്മൾ ആദ്യമേ മണ്ണിട്ട് ഫില്ല് ചെയ്യുകയല്ല, നമ്മൾ കോളംസ് ആണെങ്കിൽ ആ കോളം പൊക്കി ആ ഒരു റോഡ് ലെവലിലേക്ക്, നമ്മുടെ മുറ്റം എവിടെയാണോ ആ ഒരു ലെവലിലേക്ക് പൊക്കിക്കൊണ്ട് വന്നതിന് ശേഷം മണ്ണ് ഫില്ല് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ആ പ്ലോട്ട് പൊക്കിക്കൊണ്ട് വന്നാൽ ഒരിക്കലും ആ ഇട്ട മണ്ണിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് വീട് പണിയാനായിട്ട് പറ്റില്ല. എപ്പോഴും ആ ഫൗണ്ടേഷൻ, നമ്മുടെ ആ പേരന്റ് എർത്ത് എവിടെയാണോ നമ്മൾ ആ നാച്ചുറലായിട്ട് ആ മണ്ണ് ഉറപ്പുള്ള സ്ഥലം, അവിടെ നിന്നായിരിക്കണം നമ്മളതിൻ്റെ ഫൗണ്ടേഷൻ പൊക്കേണ്ടത്. അപ്പോൾ ആ ലെവലിലേക്ക് ഈ ഇട്ട മണ്ണും കൂടി നമ്മൾ എക്സ്കവേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രശ്നം വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഫുട്ടിങ് രീതിയിലാണെങ്കിലും കരിങ്കല്ല് കെട്ടുകയാണെങ്കിലും നമ്മൾ ആ ഫൗണ്ടേഷൻ്റെ വർക്ക് ഗ്രൗണ്ട് ലെവലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ പിന്നീട് മണ്ണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ചിലവ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അത്രയും എക്സ്കവേഷൻ ചെയ്താൽ നമുക്ക് എടുത്തിട്ട മണ്ണായതുകൊണ്ട് തന്നെ അത് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. ഇനി അത്രയും മണ്ണ് മാറ്റിയാലും ആ മണ്ണ് അവിടെ അങ്ങനെ നിൽക്കണമെന്നില്ല, അത് ഒഴുകി പോകാനോ അല്ലെങ്കിൽ അത്രയും നമുക്ക് പണി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിന് ശേഷം ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബീം അടിച്ച് അതിന്റെ ഫൗണ്ടേഷൻ ചെയ്ത് അതിന്റെ മുകളിലേക്ക് ബ്രിക്ക് വർക്ക് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറ്. സാധാരണ ഒരു 10-15 സെന്റ് സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പം ചെറിയ പ്ലോട്ടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ലെവലിൽ ആ വീട് വരുന്ന ഭാഗം മാത്രം നമുക്ക് മണ്ണ് ഫില്ല് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ആ ഒരു പ്ലോട്ടിനുള്ളിൽ തന്നെ ആ ഒരു ഏരിയ കവർ ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10-15 ലോഡ് മണ്ണായിരിക്കും ചിലപ്പോൾ ആവശ്യമായിട്ട് വരുന്നത്. ഇനിയും വലിയ പ്ലോട്ടുകളാണെങ്കിൽ അവിടെ വേറൊരു എക്സ്പെൻസും കൂടെ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം 15 സെന്റോ 20 സെന്റോ സ്ഥലമൊക്കെ ആണെങ്കിൽ ആ പ്ലോട്ട് മുഴുവൻ നമുക്ക് മണ്ണിട്ട് ഉയർത്തുക എന്ന് പറയുന്നത് അപ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. അപ്പം അത്രയും മണ്ണ് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ കോമ്പൗണ്ട് വോൾ ചെയ്ത് കൊടുക്കണം. നമ്മൾ വീട് വരുന്ന ഭാഗം മാത്രം നമ്മൾ അതിൻ്റെ സെറ്റ് ബാക്ക് എത്രയാണോ അത് കണക്കാക്കി, ചിലപ്പോൾ 2 മീറ്ററോ 3 മീറ്ററോ കണക്കാക്കി നമ്മളൊരു എക്സ്ട്രാ ഒരു റിട്ടൈനിങ് വോൾ, ഒരു കോമ്പൗണ്ട് വോൾ ചെയ്ത് അതിനുള്ളിൽ മണ്ണ് ഫില്ല് ചെയ്തിട്ട് അതിൽ നിന്ന് ഫൗണ്ടേഷൻ ചെയ്യുന്ന രീതിയാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ 15-20 സെന്റ് സ്ഥലം മണ്ണിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. അത്രയും മണ്ണിന്റെ എക്സ്പെൻസ് വരും. പിന്നെ നമുക്ക് ഈ പറമ്പ് മുഴുവൻ ഫില്ല് ചെയ്ത് വരണമെങ്കിൽ അതിൻ്റെതായ ലേബർ ചാർജ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ വരും. അപ്പോൾ നമുക്ക് ആ അത്രയും ഭാഗം മാത്രം പൊക്കി പിന്നെ ആ പുറത്തുള്ള പ്ലോട്ടിലേക്ക്, ഇനിയും ഈ വീട് വരാത്ത ഭാഗത്തിലേക്ക് നമുക്ക് ഇറങ്ങണമെങ്കിൽ ഒരു സ്റ്റെപ്പ് പോലെ വല്ലതും കൊടുത്തിട്ട് പുറത്തൊക്കെ ഇറങ്ങുന്ന രീതിയിലും ഒക്കെ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. എങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് റോഡിൽ നിന്ന് അല്പം 1 അടി അല്ലെങ്കിൽ 1.5 അടിയെങ്കിലും പ്ലോട്ട് പൊങ്ങി നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം. വീട് കാണാനും അല്ലെങ്കിൽ വീടിന്റെ ഒരു സ്ട്രെങ്തിനും അപ്പിയറൻസിനും എല്ലാം വീട് അല്പം പൊങ്ങി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനിയും രണ്ടാമത് വരുന്ന നമ്മൾ പറഞ്ഞൊരു പ്രശ്നമാണ് അധികമായിട്ട് റോഡിൽ നിന്ന് പൊങ്ങി നിൽക്കുന്ന പ്ലോട്ടുകൾ. അപ്പം അങ്ങനെയുള്ളിടത്ത് നമുക്ക് മണ്ണ് കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ട് വരും. അപ്പം പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞത്, ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ അടുത്തുള്ള വീടിൻ്റെ കോമ്പൗണ്ട് വോളുമായിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പം ആ കോമ്പൗണ്ട് വോൾ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ മണ്ണ് ഉയർന്നു നിൽക്കുന്ന ഭാഗത്തും നമ്മൾ കട്ട് ചെയ്യുമ്പം മറ്റുള്ള പ്ലോട്ടുകൾ ഈ ഒരു ലെവലിൽ തന്നെ ആയിരിക്കാം, ഉയർന്നു നിൽക്കുന്നതായിരിക്കാം. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അത് ആ പ്ലോട്ട് താക്കേണ്ട കാര്യം ഉണ്ടായിരിക്കില്ല. അപ്പം നമ്മൾ മാത്രം ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റുമ്പം മതിലിടിഞ്ഞ് വീഴാനും അവിടെ ഒരു അപകടം ഉണ്ടാകാനും, അല്ലെങ്കിൽ പിന്നീടാണെങ്കിലും ഇപ്പം വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ആ മണ്ണ് അങ്ങനെ നിർത്താൻ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ആ കോമ്പൗണ്ട് വോളിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അഡീഷണൽ ആയിട്ടൊരു റിട്ടേണിംഗ് വോൾ ആ സൈഡിൽ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ ഒരു പക്ഷേ ആ മതിൽ നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ നെയ്ബറിന്റെ പ്ലോട്ട് അവിടെ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവിടുന്ന് മണ്ണിടിയും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് കണക്കാക്കി അതിന്റെ ഒരു എക്സ്പെൻസ് വരും. പിന്നെ അവിടെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കുന്ന മണ്ണ് ഒരുപക്ഷെ വിൽക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനോ ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്രയും മണ്ണിന്റെ ആ ഒരു എക്സ്പെൻസ് നമുക്ക് കുറവ് മതി. ഇനി നമുക്ക് ഫില്ല് ചെയ്യേണ്ട സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് ആ മണ്ണ് പുറത്തുനിന്ന് മേടിക്കേണ്ടതായിട്ട് വരും. ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് ഒരുപക്ഷെ നമുക്കത് വിൽക്കുകയോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും.
എപ്പോഴും നമുക്ക് റോഡുമായിട്ട് ഒരു പരിധിയിൽ കൂടുതൽ പൊങ്ങി നിൽക്കാനോ അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ താഴ്ന്നു നിൽക്കാനോ ചെയ്യുന്നത് ശരിയല്ല. ഇനി ഒരു പക്ഷേ ഒരുപാട് താഴ്ന്നു നിൽക്കുന്ന പ്ലോട്ടാണെങ്കിൽ അത്രയും ഇട്ട് പൊക്കുക എന്ന് പറയുന്ന പ്രായോഗികമല്ലാത്തത് കൊണ്ട് തന്നെ റോഡ് ലെവലിൽ നിന്നും അല്പം താഴ്ത്തി ഒരു സെല്ലാർ ഫ്ലോറായിട്ട് പലരും ചെയ്യാറുണ്ട്. അപ്പോൾ റോഡിന്റെ ലെവലിൽ താഴെ ഒരു ഫ്ലോറും റോഡിന്റെ ലെവലിലേക്ക് റൂഫ് വാർത്തുകൊണ്ട് അവിടുന്ന് വണ്ടി കയറാവുന്ന പോലെ ചെയ്തുകൊണ്ട് മേളിലേക്ക് ഒരു ഫ്ലോറുമായിട്ടും ചെയ്യാറുണ്ട്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് താഴത്തെ ഫ്ലോറിൽ ചിലപ്പോൾ ഒരു വെന്റിലേഷൻ്റെ ഒക്കെ പ്രശ്നം വരും. അടഞ്ഞു നിൽക്കും, സൈഡിലുള്ള കോമ്പൗണ്ടുകളും ഒക്കെ വന്നു കഴിയുമ്പോൾ അടഞ്ഞു നിൽക്കുന്ന ഒരു പ്രശ്നം വരാം. ഇനി അതല്ല, ഇനി മറ്റുള്ള അടുത്തുള്ള പ്ലോട്ടുകളിലേക്ക് വെള്ളം ഒഴുകി പോകാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ചിലപ്പം ഇല്ലായിരിക്കാം. നമ്മുടെ പ്ലോട്ട് താഴ്ന്നു നിൽക്കുകയാണ്, അപ്പോൾ അവിടെ നമ്മൾ പൊക്കുക അല്ലെങ്കിൽ അവിടെ താഴ്ത്തു ചെയ്ത് അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. റോഡിൽ നിന്ന് വെള്ളം നമ്മുടെ പ്ലോട്ടിലേക്ക് ഒഴുകി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതനുസരിച്ച് ആ ഡിസൈൻ ചെയ്യണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ റോഡിന്റെ ലെവലിലേക്ക് വരുന്ന പ്ലോട്ടിൽ നമുക്ക് താഴെ ഒരു വീടുണ്ടെന്നുള്ളത് അറിയാത്ത രീതിയിൽ അവിടെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് അതിന്റെ മുറ്റം സ്ലാബ് അടിച്ച് ചെയ്ത് അതിന്റെ മുകളിലേക്ക് റൂമുകൾ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ അത് വേറൊരു രീതിയാണ്. അപ്പം നമുക്ക് ഈ പറഞ്ഞ രീതികളിൽ ഏതെങ്കിലും ഒന്ന് ഒരുപക്ഷെ പലർക്കും വീട് വെക്കുമ്പം നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. നമ്മൾ കണ്ട പലയിടത്തും ഒരേ ലെവലിൽ അല്ലെങ്കിൽ റോഡുമായിട്ട് അല്പം പൊങ്ങി നിൽക്കുന്ന പ്ലോട്ടുകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലോട്ട് മേടിച്ച് വീട് വെക്കാൻ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യം ഒന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം ആ പ്ലോട്ട് വാങ്ങാനായിട്ട്. നമ്മൾ പലപ്പോഴും പ്ലോട്ടിന്റെ വില കുറവാണ് അല്ലെങ്കിൽ പ്ലോട്ട് മറ്റു രീതിയിലൊക്കെ നമുക്ക് താല്പര്യപ്പെടുന്ന പ്ലോട്ടുകളാണെങ്കിൽ ഇങ്ങനെയുള്ള എക്സ്പെൻസിനെ പറ്റി പലരും ചിന്തിക്കാറില്ല. ഒരു വീട് പണി തുടങ്ങാൻ പോകുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഈ റോഡുമായിട്ട് പൊങ്ങി നിൽക്കണം അല്ലെങ്കിൽ വീട് ഒരുപാട് താന്നു പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാകും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ആ എക്സ്പെൻസും കൂടെ അധികമായിട്ട് ഈ വസ്തു മേടിച്ചതിനെക്കാട്ടി കൂടുതൽ പൈസ അവിടെ മുടക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഒരു വീട് പണിയാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അതും കൂടെ ഒക്കെ മനസ്സിലാക്കി നമ്മൾ വീട് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ വീട് പണി പൂർത്തീകരിക്കാനും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ആ വീട് പണി പൂർത്തീകരിക്കാനും പറ്റും. അപ്പോൾ നമ്മൾ 1, 2, 3 സൈറ്റിൽ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ വന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ വീട് നിർമ്മാണവുമായിട്ട് ധാരാളം വീഡിയോകൾ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലെവൽസിനെ പറ്റിയും കറക്റ്റായിട്ട് ഇതിനു മുമ്പ് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്ലിന്ത് ബീം ചെയ്യുമ്പോൾ അതിനടി ഫില്ല് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ബീം പൊങ്ങി എങ്ങനെ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ കോളം ഫുട്ടിംഗ് ഒക്കെ ഒരുപാട് പൊക്കിയെടുക്കുമ്പോൾ അതിൻ്റെ എക്സ്പെൻസ് കൂടുതൽ വരും. ആ കോളത്തിൻ്റെ ഹൈറ്റ് പൊക്കിയെടുക്കണമെങ്കിൽ അതിൻ്റെ കമ്പി, അതിൻ്റെ കോൺക്രീറ്റ്, ഫുട്ടിങ്ങിൻ്റെ വലിപ്പം, പിന്നെ അത് സൈഡിൽ ഫില്ല് ചെയ്തെടുക്കണം. ഇപ്പം ബീം അടിക്കുന്നത് 1.5 അടി ഹൈറ്റിലായിരിക്കും ബീം അടിക്കുന്നത്. ഒരുപക്ഷെ ഈ പൊക്കിയെടുക്കുന്ന സമയത്ത് അടിയിൽ നിന്ന് ചിലപ്പോൾ ഒരുപക്ഷെ കട്ട കെട്ടി 4 സൈഡും മറച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം വീട് വരുന്ന ഭാഗം മാത്രമാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടി കരിങ്കല്ല് കെട്ടിയാണെങ്കിൽ ഫില്ല് ചെയ്യണം. അപ്പം നമുക്ക് വീടിനുള്ളിൽ മാത്രം മണ്ണ് ഫില്ല് ചെയ്താൽ മതി, ചുറ്റും മണ്ണിടണമെന്നില്ല. പക്ഷേ ഫ്രണ്ട് സൈഡിൽ മണ്ണിടേണ്ടതായിട്ട് വരും. നമുക്ക് കയറി വരുന്ന മുറ്റം അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് വെച്ച് കയറേണ്ട, ഒരുപാട് ഹൈറ്റിലേക്ക് കയറേണ്ടതായിട്ടൊക്കെ ഉള്ള പ്രശ്നം വരാറുണ്ട്. അപ്പം 1.5 അടി ഹൈറ്റാണ് നമ്മുടെ മുറ്റവും നമ്മുടെ റൂമിന്റെ ഫ്ലോർ ഹൈറ്റുമായിട്ട് വരുന്നത്. 2 സ്റ്റെപ്പ് കയറി 3ാമത്തെ സ്റ്റെപ്പ് നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന രീതിയാണ്. അപ്പോൾ ആ ഹൈറ്റും കൂടെ മനസ്സിലാക്കിയായിരിക്കണം നമ്മൾ മുറ്റം ഉയർത്തേണ്ടതായിട്ടുള്ളത്. ഒരുപാട് ഹൈറ്റിലേക്ക് കൊണ്ടുപോയാൽ നമ്മുടെ വീട് പൊങ്ങി നിൽക്കും, മുറ്റം താഴ്ന്നു നിൽക്കും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.